ഹായ് ഹലോ എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു വീഡിയോ എടുക്കേണ്ടി വരുന്നത്. ബട്ട് ഇങ്ങനെ എടുക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ കാര്യമായിട്ട് തലയിൽ എണ്ണ തേച്ചു. പക്ഷേ ഷാമ്പു ഇട്ടു, പക്ഷേ എണ്ണ പോയില്ല. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇന്നൊരു പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. മാത്രമല്ല കുറേ നാളായി ഞാൻ പാക്ക് ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു പാക്ക് ഇടാം. അപ്പോൾ അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ എന്തായാലും നമുക്ക് ഈ ഒരു ഹെയർ കെയർ വീഡിയോ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. ഹെയർ കെയർ വീഡിയോ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഞാനൊന്നും അങ്ങനെ ഇതാക്കണില്ല. മാസ്ക് ഇടും എന്തായാലും, അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. അപ്പം ഇന്നൊരു എന്താ പറയുക, എണ്ണയൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു മാസ്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. സാധാരണ ഞാൻ എൻ്റെ ഹെയറിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഒരു പാക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം, പറഞ്ഞു തരാം. സാധാ പ്രിപ്പയർ ചെയ്യണ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്ര ഉലുവ എടുത്തിട്ടുള്ളത്, ഇത്രയും വെള്ളമുണ്ട്. അപ്പം ഞാനത് എടുത്തിട്ട് അരയ്ക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു മുട്ട എടുക്കുന്നുണ്ട്. ദെൻ ഇത് നമ്മളുടെ എന്താ പറയുക, ആര്യവേപ്പിൻ്റെ എന്താ പൊടിയാണിത്. അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പാക്കായിട്ട് തലയിലിടാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടെ ഇടുന്നുണ്ട്. മുട്ടയുടെ എന്താ പറയുക, മുട്ടയുടെ വെള്ള മാത്രമല്ല, മുട്ടയുടെ മഞ്ഞയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു നാറ്റം ഫീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് റോസ്മേരി എസൻഷ്യൽ ഓയിലും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് മുട്ടയും അതുപോലെ തന്നെ ഉലുവയും കൂട്ടിയിട്ട് അരച്ചു, എല്ലാം കൂട്ടി ഇട്ടു. അപ്പോൾ കുറച്ച് വാട്ടർ ആയിട്ടുണ്ട്. ദെൻ ഞാനിത് പുറത്ത് കൊണ്ട് വെച്ചേക്കാണ്. അപ്പം കുറച്ച് ഈ സംഭവം ആഡ് ചെയ്യാണ് കേട്ടോ. ഇത് ഭയങ്കര നൈസ് പൊടിയാണ്. ഇതും നമുക്ക് മുടി ഇങ്ങനെ താരനൊക്കെ ഉണ്ട്, ചൊറിച്ചിലൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറാനായിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യും. നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഉള്ളത് ഈ ഒരു റോസ്മേരി എസൻഷ്യൽ ഓയിലാണ്. ഇത് ഞാൻ കുറേ കാലം കൊണ്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. 1-2 തുള്ളി ഇട്ടാൽ മതി, വല്ലാണ്ടൊന്നും ഇടണ്ട. ഇപ്പം ഏകദേശം ഒരു 4 മണി 4:30 ആയിട്ടുണ്ട്. 4:30 കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ പാക്ക് ഞാൻ ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട പിടിച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നേരം വൈകും. പിന്നെ അത് നമ്മുടെ എന്താ പറയുക, എൻ്റെ തലയ്ക്ക് തീരെ പറ്റില്ല. ചിലപ്പോൾ തലവേദന എടുക്കും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇനി എന്താ പറയുക, ഈ ഒരു നീം പൗഡർ ഇല്ലെങ്കിൽ ചെറുപയർ പൊടി ഇട്ടാലും മതി. നീം പൗഡർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, തലയിലുള്ള ഇച്ചിങ്ങും ഡാൻഡ്രഫും ഒക്കെ മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് മെയിനായിട്ട് ഞാൻ ഈ ഉലുവയും ഇതും എന്താ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉലുവയും എഗ്ഗും ഇട്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിലത്തെ എണ്ണ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ്. പിന്നെ കുറേ നാളായി ഞാൻ പാക്ക് ഇട്ടിട്ട്, അപ്പോൾ അതും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആ എന്താ പറയുക, ഇതിൻ്റെ മണം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു റോസ്മേരി എസൻഷ്യൽ ഓയിൽ 2 ഡ്രോപ്പ് ഇട്ടത്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയും അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞ പറ്റില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ മഞ്ഞ സെറ്റായിരിക്കും കേട്ടോ. മുടിനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും മഞ്ഞ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദെൻ അപ്പോൾ ഞാൻ എന്തായാലും വേഗം അപ്ലൈ ചെയ്യട്ടെ. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ പാക്കൊക്കെ ഇടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഹെയറിൻ്റെ സ്ട്രാൻഡ്സിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. ശരിക്കും നമ്മളുടെ തലയോട്ടിയിലെത്തിയാൽ മതി ഈ സംഭവങ്ങളൊക്കെ, റൂട്ടിലെത്തിയാൽ മതി. ദെൻ കുറച്ചും കൂടെ അതൊക്കെ കൂടുതലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം. ഹെന്ന ഇടുന്ന പോലെ നമുക്കിങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മെയിനായിട്ട് തലയോട്ടിയും പിടിച്ചാൽ മതി. അതേപോലെ തന്നെ നമ്മൾ ഹെയർ പാക്ക് ഇടുമ്പോഴത്തേനും എന്തെന്നാ പറയുക, എല്ലാ ദിവസവും ഇങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഹെയർ പാക്ക് ഇടുക. അങ്ങനെ മന്ത്ലി 4 ടൈംസ് ഇടാം. പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഹെയർക്ക് നന്നായിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. എനിക്ക് മെയിനായിട്ട് വേറെ ഒന്നുമല്ല, എനിക്ക് ഈ തലവേദന തേങ്ങിയ കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ എന്താ പറയുക, അധികം അങ്ങോട്ട് ഇടാത്തത്. കണ്ടോ, എൻ്റെ ഇവിടെ ഒന്നും അധികം ആയിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ട്വിസ്റ്റ് ചെയ്യും. അതിന് ശേഷം ഞാൻ ഇടും. അത്രേ ചെയ്യാറുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഫുള്ള് ഇടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇടാം കേട്ടോ. അപ്പോൾ എനിക്കിനി ബാക്കി പണികളൊക്കെ ചെയ്യാനുള്ള സമയമുണ്ട്. അത് കഴിയുമ്പോഴത്തേനും എനിക്ക് പാക്ക് റിമൂവ് ചെയ്യാനാവും. മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ ഞാൻ വെക്കുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയും. ദെൻ
പിറ്റേ ദിവസം ഞാൻ കാണിച്ചു തരാം. കാരണം ഇപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്തൊക്കെ വരുമ്പോഴത്തേനും നൈറ്റ് ആവും. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം കാലത്തായിരിക്കും കേട്ടോ ഇതിൻ്റെ അപ്ഡേറ്റ് കാണിക്കുക. വീഡിയോ ഇടുമ്പോൾ എന്തായാലും ക്ലബ് ചെയ്തിട്ടായിരിക്കും ഇടുക. ദെൻ എന്നെ ശരിക്കും കാണുന്നുണ്ടാവില്ല, കാരണം കണ്ടോ അത്രയും എന്താ പറയുക നല്ല വെയിലാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നട്ടുച്ചയായിട്ടുണ്ട്. മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. കുറച്ച് എന്താ പറയുക കുറച്ച് പൊറ്റൊക്കെ ഉണ്ടായിരുന്നു, നമ്മളതൊക്കെ ഈരിക്കളഞ്ഞു. മുടി നല്ല സ്മൂത്തായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ മുടി കുറച്ച് കേളിയാണ്. കണ്ടോ ഇത്രയും സിൽക്കി ആവും. നല്ല അടിപൊളി സിൽക്കി ആവുന്ന ഒരു പാക്കാണ് മെയിനായിട്ട്. കേട്ടോ അടിപൊളിയാവും. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ. നമ്മളുടെ ഹെയർ പാക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താ പറയുക ഫ്രീക്വൻ്റ്ലി ചെയ്യാറുള്ള ഹെയർ പാക്ക് തന്നെയാണ്. അങ്ങനെ അത്ര സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല. കാരണം എൻ്റെ മുടിക്ക് പിടിച്ചതും എനിക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത്. ദെൻ ഇതിനകത്ത് കുറച്ച് ഒരു എന്താ പറയുക സ്പെഷ്യലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയുടെ മഞ്ഞയും കൂടി ചേർത്തു എന്നേ ഉള്ളൂ. അതിൻ്റെ യാതൊരുവിധ മണവും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ, റോസ്മേരി എസെൻഷ്യൽ ഓയിൽ തന്നെ വേണമെന്നില്ല, ടീ ട്രീ ഓയിൽ ആയാലും മതി. ഹെയറിനെ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ചാത്തൻ സ്മെല്ല് ഒഴിവായി കിട്ടും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസ്ക് പരീക്ഷിക്കാവുന്നതാണ്. പരീക്ഷിക്കല്ല, നല്ലതാണ്, നമ്മുടെ മുടിക്ക് നല്ലതാണ്. പ്രത്യേകിച്ചും ഓയിലി ഹെയർ ആയിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ നല്ലതാണ്. കാരണം അത്രയും നന്നായിട്ട് നമ്മളുടെ എന്താ പറയുക ഹെയറിലുള്ള എണ്ണ പോവും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻറ്റായിട്ട് പറയാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് കാണാം. അതുവരെയ്ക്കും ബൈ.